കണ്ടു കാണും. 3 മിനിറ്റ് 49 സെക്കൻഡ് ദൈർഘ്യമുള്ള 3 മിനിറ്റ് 49 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയുടെ കണ്ടന്റ് ഇതുപോലൊരു കൂട്ടായ്മ. ഒരു പാസ്റ്റർ നിന്ന് പ്രസംഗിക്കുന്നു. പ്രസംഗത്തിന്റെ മധ്യേ പൊടുന്നനെ ഒരു ഇരമ്പൽ. സദസ്സിലെ 85% ആളുകൾ എടുക്കപ്പെട്ടു. പ്രസംഗകൻ ഉൾപ്പെടെ 15% ആളുകൾ ശേഷിക്കപ്പെട്ടു. എടുക്കപ്പെട്ടു. ശേഷിച്ചവരുടെ മാനസിക വിഭ്രാന്തി എന്നെ വല്ലാതെ സ്പർശിച്ചു. തിരുവനന്തപുരം PMG ചർച്ചിന്റെ മീറ്റിങ്ങിന് പ്രസംഗിച്ചിട്ട് രാത്രിയിലെ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വേണ്ടി 4ാം നിലയിലുള്ള ഗസ്റ്റ് റൂമിലേക്ക് ഞാൻ കയറി പോകുമ്പോൾ തിരുവനന്തപുരം വിക്രം സാരാഫ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 4ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സാനു സണ്ണി അവന്റെ ലാപ്പുമായി എന്നോടൊപ്പം കയറി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്കിളെ ഒരു വീഡിയോ കാണിക്കുക. അങ്ങനെ കണ്ടതാ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് അസ്വസ്ഥനായി. ഞാൻ പറഞ്ഞു, മോനെ മതി, വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ കൈവിടപ്പെട്ടവരുണ്ടല്ലോ, കൈവിടപ്പെട്ടവർ ജീസസ്. ചിലർ ബൈബിൾ എടുത്ത് മുഖത്ത് പൊത്തിപ്പിടിച്ച് കരയുന്നു. അവർക്ക് മനസ്സിലായി എന്താ സംഭവിച്ചെന്ന്. മറ്റു ചിലർ തറയിൽ വീട് കിടക്കുന്നു. വേറെ ചിലർ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടുന്നു. ഈ രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എന്റെ പ്രസംഗം ഇവിടെ ശരിയായില്ലെങ്കിൽ നാളെ ഞാൻ തെക്കേമല പ്രസംഗിച്ച് ശരിയാക്കും. മറ്റന്നാളത്ത് തിരുവനന്തപുരം കല്ലിയൂർ പ്രസംഗിച്ച് ശരിയാക്കും. ഇതല്ലെങ്കിൽ സ്തോത്രം ശനിയാഴ്ച എറണാകുളം പിറവത്ത് പ്രസംഗിച്ച് ശരിയാക്കാം. എവിടെയെങ്കിലും പ്രസംഗിച്ച് ശരിയാക്കാം. ഇന്ന് ജോഷുവയുടെ പാട്ട് ഇവിടെ ശരിയായില്ലെങ്കിൽ നാളെ പാടി ശരിയാക്കാം. ഇന്ന് റോയ് ബ്രദറിന്റെ പാട്ട് ശരിയായില്ലെങ്കിൽ നാളെ പാടി ശരിയാക്കാം. നമ്മൾ വാങ്ങിയ വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിറ്റിട്ട് മറ്റൊന്ന് വാങ്ങാം. പക്ഷെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ വേറെ എന്തിനും ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. ഈ ചിന്ത എന്നെ വല്ലാതെ സ്പർശിച്ചു. ലാപ്പ് ഓഫ് ചെയ്ത് അവൻ ഇറങ്ങിപ്പോയപ്പോ 3.5 മണിക്കൂർ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഒറ്റ കാര്യം, എന്നെ കൈവിടരുത്. പാസ്റ്റർ, ഇത്രയും പ്രസംഗിക്കുന്ന നിങ്ങൾ കൈവിടപ്പെടുവോ? ഇല്ലെന്ന എന്റെ ബോധ്യം. പക്ഷെ പൗലോസിന്റെ ഒരു വാക്കെന്നെ പേടിപ്പിക്കുന്നു. പൗലോസ് പറയുന്നത് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ജീസസ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട എണ്ണമറ്റ സഭകൾ സ്ഥാപിച്ച 14 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് എഴുതിയ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചുവെന്ന് പറഞ്ഞ പൗലോസിന് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ് വല്ല വിധേനയും ആണെങ്കിൽ, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചുവെന്ന് പറഞ്ഞ പൗലോസിന് അത് വല്ല വിധേനയാണെങ്കിൽ, 1 പ്രസംഗം കൊണ്ട് ഒരു സീസൺ കഴിക്കുന്ന ഒരു കുട്ടി പ്രസംഗകനായി എന്റെ കാര്യമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ കൈവിടരുത്. കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോ അറിയാതെ എന്റെ മനസ്സിൽ വന്ന ഒരു പഴയ പാട്ട്. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധോ ചേർന്നാൽ മതി. സദസ് പാടിക്കേ. ലോകം രണ്ട് 3 മിനിറ്റ് വേഗം ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഓ ജീസസ്. ഈ രാത്രി ഒത്തിരി പ്രിയപ്പെട്ടവർ ഇതിന്റെ നടുവിൽ കരയുന്നു. കാറിന്റെ ദൂത് കേട്ടിട്ടല്ല, വീടിന്റെ ദൂത് കേട്ടിട്ടല്ല, നിത്യതയെ കുറിച്ച് കേട്ടിട്ടാ. ഇന്ന് രാത്രി ഈ കണ്ണുനീര ജനുവിൻ കണ്ണുനീരോടെ ഈ രാത്രി പ്രതികരിക്കുക. ലോകം വേണ്ട എനിക്കൊന്നും, താതന്റെ സന്നിധോ വേണ്ട. പഴയതെല്ലാം വിട്ടിട്ട് ലോകം വേണ്ട എനിക്കൊന്നും. കർത്താവിനോട് പറ, കരയണമെങ്കിൽ കരഞ്ഞ്, നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ച്, ഹൃദയം തുറന്ന് പറ, വേറൊന്നും എനിക്ക് വേണ്ട. ലോകം എന്റെ ശബ്ദമുയരട്ടെ, ജനം പറയട്ടെ, ലോകം വേണ്ട, ലോകം വേണ്ട. Thank you, Jesus.
ദൈവഹിതമല്ലാത്ത മുഴുവൻ ബന്ധങ്ങളും, ദൈവഹിതമല്ലാത്ത മുഴുവൻ കണക്ഷനുകളും, ദൈവഹിതമല്ലാത്ത മുഴുവൻ സിമുകളും, ദൈവഹിതമല്ലാത്ത മുഴുവൻ ഇമെയിൽ ഐഡികളും, ദൈവഹിതമല്ലാത്ത മുഴുവൻ ചാറ്റിങ്ങുകളും, ദൈവഹിതമല്ലാത്ത മുഴുവൻ ഇടപാടുകളും ഈ രാത്രി കുഴിച്ചു മൂടി കുഴിച്ചു മൂടി കുഴിച്ചു മൂടി കുഴിച്ചു മൂടി കണ്ണുനീരോടെ പറ, ലോകം വേണ്ട, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ നാഥൻ സന്നിധി ചേർത്താ. പോയ കാല ഭക്തന്മാർ പലരും മരിച്ചപ്പോ തേജസ്സിനെ അടുത്ത് കണ്ട മരിച്ചത്, തേജസ്സിനെ അടുത്ത് കണ്ട മരിച്ചത്, തേജസ്സിനെ അടുത്ത് കണ്ട മരിച്ചത്. 1970 കായംകുളത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. സ്തോത്രം. വാളകം TPM ഫെയ്ത്ത് ഹോമിലെ പാസ്റ്റർ മാത്യു കുട്ടിയുടെ ജ്യേഷ്ഠൻ കായംകുളത്ത് മരണാസന്നനായി കിടക്കയിൽ കിടക്കുകയാണ്. ഫോൺ സംവിധാനവും വാഹന സൗകര്യം ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ കൊട്ടാരക്കര TPM ഫെയ്ത്ത് ഹോമിലേക്ക് എങ്ങനെയോ ഒരു ഫോൺ വന്നു. സ്തോത്രം. അവിടെ നിന്ന് വാളകത്തേക്ക് ഒരാൾ സൈക്കിൾ ചവിട്ടി ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററുടെ ചേട്ടൻ മരിക്കാറായി കിടക്കുക, ഇപ്പൊ ചെന്നക്കാണ്. കിട്ടിയ വണ്ടിക്കൊക്കെ കയറി 70കളിൽ ഇദ്ദേഹം ആ വീട്ടിൽ ചെന്നപ്പോ വീതിയുള്ള കട്ടിലിന്റെ വശം ചേർന്ന് ഈ മാമൻ അച്ചായൻ കിടക്കുകയാണ്. അച്ചായന്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് കരുതി ഈ അനുജൻ, സ്തോത്രം, കർത്താവിന്റെ വേലക്കാരൻ ചെന്നിട്ട് അച്ചായനോട് പറഞ്ഞു, അച്ഛാ, കട്ടിലിന്റെ സൈഡിൽ നിന്ന് നടുക്കോട്ട് ഞാനൊന്ന് നീക്കി കിടത്തട്ടെ എന്ന് ചോദിച്ചപ്പോ ഈ അച്ചായൻ ചോദിക്കുക, എടാ കുഞ്ഞുഞ്ഞെ, ഒരു ശുശ്രൂഷകനായിട്ടും നിനക്ക് കാണാൻ മേലേ? ഇവിടെയുള്ള സഹോദരന്മാർ നമ്മുടെ ഇരിപ്പിടങ്ങളിലല്ല ഇരിക്കുക. നീ കണ്ടോ എന്നെ എതിരേൽപ്പാൻ വെള്ള വസ്ത്രം ധരിച്ച ദൂതന്മാർ വരുന്നത് നീ കണ്ടോ? അവർ വരുമ്പോ അവർ ഇരിക്കട്ടെ ഈ കട്ടിലിന്റെ സൈഡിൽ. അവർ ഇരിക്കാൻ വേണ്ടിയാ ഞാൻ ഒരു സൈഡിലോട്ട് മാറിക്കിടക്കുന്നത്. ജീസസ്, എന്താ മരണമാണ് ജീസസ്. ഈ വാക്ക് കേട്ടോണ്ടിരുന്നപ്പോ ഭക്തനായ ശുശ്രൂഷകന്റെ അകത്ത് പരിശുദ്ധാത്മം കൊടുത്ത വരികളാ, ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാ സാദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഓ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്ര എന്റെ പ്രിയന്റെ ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളിൽ ആ തേജസ്സിന്റെ തിളക്കം മിന്നട്ടെ. വേറെ ഇവിടെയുള്ള എല്ലാ തിളക്കങ്ങളും അസ്തമിക്കട്ടെ. കർത്താവ് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, തേജസ് എന്ന ഒരൊറ്റ ലക്ഷ്യം, നിത്യത എന്ന ഒരൊറ്റ വെളിപ്പാട് ഈ രാത്രി കർത്താവിനോട് പറയുക, എനിക്കത് മതി. ഇത് രാത്രി അങ്ങനെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ പേർ വിളിക്കുന്ന കൂട്ടത്തിൽ നിന്റെ പേര് കാണും. പേർ വിളിക്കുന്ന കൂട്ടത്തിൽ ഈ രാത്രി മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ മാത്രമല്ല, ദൈവം എനിക്ക് തന്ന